ഹായ് ഫ്രണ്ട്സ്, ദിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന കമ്മീഷൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ 4 ഇമ്പോർട്ടൻ്റ് ആയ കമ്മീഷൻസ് ഉണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇത്രയും കമ്മീഷൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് ചോദിക്കണം എന്നില്ല, ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ചോദിക്കാം. അത് രണ്ടിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കിട്ടണം. അപ്പോൾ ആദ്യം ഫീച്ചേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നോക്കാം. റെക്കമെൻഡഡ് ഫോർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തതാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് ദ ചെയർമാൻ. അപ്പോൾ ആരായിരുന്നു ചെയർമാൻ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ചെയർമാൻ. 10 members were in the team. അപ്പോൾ ആ ഒരു കമ്മീഷനിൽ 10 members ഉണ്ടായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് കൺസിസ്റ്റ് ഓഫ് 2 volumes. ഫസ്റ്റ് വോളിയം കണ്ടെയ്ൻസ് റെക്കമെൻഡേഷൻ, സെക്കൻഡ് കണ്ടെയ്ൻ ദ ഡാറ്റ യൂസ്ഡ് ഫോർ ദ സ്റ്റഡി. അപ്പോൾ 2 വോളിയം ആയിട്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വോളിയത്തിൽ മേജറായിട്ട് വേണ്ട റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടായത്. സെക്കൻഡ് വോളിയത്തിൽ ഈ സ്റ്റഡിക്ക് ആവശ്യമായ ഡാറ്റ യൂസ് ചെയ്തതിനെ കുറിച്ചാണ് സെക്കൻഡ് വോളിയത്തിൽ ഉണ്ടായിരുന്നത്. ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മേജറായിട്ട് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എയിം ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ എയിം എന്താണ്? സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് എക്സിസ്റ്റൻസ് ദാറ്റ് ടു സ്യൂട്ട് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് നടത്തുക? അനുയോജ്യമായ മെച്ചപ്പെടുത്തലുകളും വിപുലീകരണങ്ങളും നിർദ്ദേശിക്കുക. അതാണ് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഈ രാധാകൃഷ്ണ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ടോട്ടൽ സ്കൂൾ കോഴ്സ് ഷുഡ് ബി ഓഫ് 12 years ഡ്യൂറേഷൻ. അപ്പോൾ സ്കൂൾ കോഴ്സിന് എത്ര ഡ്യൂറേഷൻ വേണമെന്നാണ് പറയുന്നത്? 12 years ഡ്യൂറേഷൻ വേണം. ആൻഡ് ദ യൂണിവേഴ്സിറ്റി കോഴ്സ് ഷുഡ് ബി സ്പ്രെഡ് ഓവർ 3 years. അതിനുശേഷം യൂണിവേഴ്സിറ്റി കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഡ്യൂറേഷനാണ് വേണ്ടത്. Pure or fundamental research in the university should be encouraged, especially in topics such as marine biology, fine arts, archaeology, social science, etc. അപ്പോൾ പ്യുവർ റിസർച്ചും ഫണ്ടമെൻ്റൽ റിസർച്ചും ഉണ്ടല്ലേ, അങ്ങനെയുള്ള റിസർച്ചിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള റിസർച്ച് കൂടുതലായി കൊണ്ടുവരിക, ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. മെയിനായിട്ട് ഏതൊക്കെ ടോപ്പിക്സിൽ? മറൈൻ ബയോളജി, ഫൈൻ ആർട്സ്, ആർക്കിയോളജി, സോഷ്യൽ സയൻസ് തുടങ്ങിയ ടോപ്പിക്കുകളിൽ കൂടുതലായും പ്യുവർ ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച് കൊണ്ടുവരിക, അല്ലേ, പ്രോത്സാഹിപ്പിക്കുക. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, കൊമേഴ്സ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലോ, മെഡിസിൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് ആൻഡ് ഡെവലപ്ഡ്. അപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനായ ഇതുപോലെയുള്ള കോഴ്സുകളെല്ലാം ഉണ്ടല്ലോ, അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ, കൊമേഴ്സ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, ടെക്നോളജി, മെഡിസിൻ തുടങ്ങിയവയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഫോർ ദ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ എബോവ് പ്രോഗ്രാം ദ യൂണിവേഴ്സ് ഷുഡ് ബി ബിക്കം ഓട്ടോണോമസ് ബോഡീസ് റെസ്പോൺസീവ് ദ എൻലൈറ്റൻഡ് പബ്ലിക് ഒപ്പീനിയൻ. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസ് എന്താകണം? ഓട്ടോണോമസ് ബോഡികളാവണം, സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറണം. കൂടാതെ പബ്ലിക് ഒപ്പീനിയൻ കൂടെ എന്ത് ചെയ്യണം? പബ്ലിക് ഒപ്പീനിയൻ കൂടെ അവർ നോക്കണം. UGC ഷുഡ് ബി അപ്പോയിൻറ്റഡ് ടു അലോക്കേറ്റ് ഫണ്ട്സ് പ്രോപ്പർലി. അപ്പോൾ ഫണ്ട് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? UGC അപ്പോയിൻറ്റ് ചെയ്യണം. എക്സാമിനേഷൻ സിസ്റ്റം ഷുഡ് ബി റീഫോംഡ്. എക്സാമിനേഷൻ സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റണം, റീഫോം ചെയ്യണം. സ്കോളർഷിപ്സ് ആൻഡ് സ്റ്റൈപ്പൻസ് ഷുഡ് ബി ഗിവൺ ടു ഡിസേർവിങ് സ്റ്റുഡൻസ്. അപ്പോൾ സ്കോളർഷിപ്പ് സ്റ്റൈപ്പൻസ് ഒക്കെ അത് വേണമെന്ന് കൊടുക്കേണ്ട കുട്ടികൾക്ക് മാത്രം നൽകുക. ജനറൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇമ്പാർട്ടഡ് ത്രൂ ഔട്ട് ദ സ്കൂൾ ആൻഡ് കോളേജ്. ഇപ്പോൾ സ്കൂളിലും കോളേജിലും എന്ത് ചെയ്യണം? ജനറൽ എഡ്യൂക്കേഷൻസ് കുട്ടികൾക്ക് നൽകണം, ജനറൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കണം. എ കോമൺ ലാംഗ്വേജ് ഈസ് ടു ബി ഡെവലപ്ഡ്. ഒരു കോമൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, NCC, സോഷ്യൽ സർവീസ് ആൻഡ് സച്ച് സ്കീംസ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനും NCCയും സോഷ്യൽ സർവീസും ഒക്കെ എന്ത് ചെയ്യുക? അതുപോലെയുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി രാധാകൃഷ്ണ കമ്മീഷന് മെറിറ്റും ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
The commission accepted the human welfare as the basis of university education. കമ്മീഷൻ ഈ രാധാകൃഷ്ണ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ബേസായി ഹ്യൂമൻ വെൽഫെയറിനെ അംഗീകരിച്ചു. ഇറ്റ് സ്ട്രോങ്ലി പ്ലീഡഡ് ഫോർ ദ ന്യൂ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ പുതിയ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടി അവർ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, വാദിച്ചു. The educational requirements of rural India were strongly upheld by the commission. ഗ്രാമീണ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അവരെന്ത് ചെയ്തു, ശക്തമായി ഉയർത്തിക്കാണിച്ചു. ഇറ്റ് റിവ്യൂഡ് ആൻഡ് ഇറാഡിക്കേറ്റഡ് ദ ഡിഫക്ട്സ് ഓഫ് ദ സ്റ്റീരിയോടൈപ്പ് എക്സാമിനേഷൻ സിസ്റ്റം. സ്റ്റീരിയോടൈപ്പ് എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സ് ഒക്കെ മനസ്സിലാക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്തു. ഇനി മെറിറ്റ്സ് കഴിഞ്ഞു, അടുത്തത് ഡിമെറിറ്റ്സ്. ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ദ കമ്മീഷൻസ് വ്യൂ ഓൺ റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ വാസ് വേഗ് ആൻഡ് ദസ് മിസ്ലീഡിങ്. മതപരവും ധാർമ്മികവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കമ്മീഷൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവ്യക്തവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു. The suggestion for the reformation of the examination system made by the commission were not free from defects. അപ്പോൾ പുതിയതായിട്ട് എക്സാമിനേഷൻ സിസ്റ്റം മാറ്റണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സാമിനേഷൻ സിസ്റ്റം റീഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടായിരുന്നു, അപ്പോഴും ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. ഡിഫക്റ്റ് ഫ്രീ ആയിരുന്നില്ല. The commission has not given much attention to the educational problem of women, SC, ST and minorities. അപ്പോൾ സ്ത്രീകളുടെയും SC, ST കാസ്റ്റ് ആ ഒരു ടൈപ്പ് ആൾക്കാരുടെയും മൈനോറിറ്റീസ് ആൾക്കാരുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തില്ല, കമ്മീഷൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. അവരുടെ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് അവർ കൂടുതൽ ശ്രദ്ധിച്ചില്ല. The importance of fine arts has been ignored by the commission. അപ്പോൾ കലാരൂപങ്ങളുടെ പ്രാധാന്യം എന്ത് ചെയ്തു, ഈ കമ്മീഷൻ ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് രാധാകൃഷ്ണ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞു, മേജറായ റെക്കമെൻഡേഷൻ പറഞ്ഞു, അതിനുശേഷം മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞു. ഇനി അടുത്ത കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ. The Union government appointed the Secondary Education Commission in 1952. അപ്പോൾ 1952 യൂണിയൻ ഗവൺമെൻറ് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മുതലിയാർ ആൻഡ് ദിസ് കമ്മീഷൻ ഈസ് ഓൾസോ നോൺ ആസ് മുതലിയാർ കമ്മീഷൻ. അപ്പം ചെയർമാൻഷിപ്പ് ആർക്കായിരുന്നു, മുതലിയാറിനായിരുന്നു. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ എന്ത് പേര് കൂടെ വന്നത്, മുതലിയാർ കമ്മീഷൻ എന്നുള്ള പേര് കൂടെ വന്നത്. ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ വാസ് ദ വൈസ് ചാൻസലർ ഓഫ് മദ്രാസ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം ആരായിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. മുതലിയാർ കമ്മീഷന് പേര് വന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. ദിസ് റിപ്പോർട്ട് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഈസ് ട്രൂലി കോൾഡ് ആസ് ബൈബിൾ ഫോർ ടീച്ചേഴ്സ്. അപ്പോൾ ഈ മുതലിയാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ത് പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്, ബൈബിൾ ഫോർ ടീച്ചേഴ്സ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഈസ് എ ലാൻഡ് മാർക്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റിലുള്ള ഒരു ലാൻഡ് മാർക്കാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ മുതലിയാർ കമ്മീഷൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ലീഡർഷിപ്പ് നൽകുന്ന എഡ്യൂക്കേഷൻ നൽകുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വൊക്കേഷണൽ കാപ്പബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. തൊഴിൽ ശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യുക. ഇനി ഈ മുതലിയാർ കമ്മീഷൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബിഗിൻ ആഫ്റ്റർ 4 or 5 years ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ 4 വർഷത്തെയോ 5 വർഷത്തെയോ പ്രൈമറി എഡ്യൂക്കേഷന് ശേഷം മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യാവൂ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ബിഗിൻ ചെയ്യാവൂ. മിഡിൽ ഓർ സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഓഫ് 3 years. അപ്പോൾ മിഡിൽ അല്ലെങ്കിൽ സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷമായിരിക്കണം. ആൻഡ് എഡ്യൂക്കേഷൻ അറ്റ് ഹയർ സ്റ്റേജ് ഷുഡ് ബി ഓഫ് 4 years. ഹയർ സ്റ്റേജിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷമായിരിക്കണം. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഓഫ് 7 years. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 7 വർഷമായിരിക്കണം. ഡിഗ്രി കോഴ്സ് ഷുഡ് ബി ഓഫ് 3 years. ഡിഗ്രി കോഴ്സ് 3 വർഷമായിരിക്കണം. സ്റ്റുഡൻസ് ഹൂ പാസ്ഡ് പ്രീ യൂണിവേഴ്സിറ്റി ഷുഡ് ബി അലൗഡ് ടു എൻ്റർ ഇൻ പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ കുട്ടികളെ എന്ത് ചെയ്യുക, പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി എൻ്റർ ചെയ്യുക. ഈ മുതലിയാർ കമ്മീഷൻ്റെ മറ്റൊരു മേജർ റെക്കമെൻഡേഷനാണ് മൾട്ടിപർപ്പസ് സ്കൂൾ. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് സ്കൂൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൾട്ടിപർപ്പസ് സ്കൂൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ് ടു ടേക്ക് കെയർ ഓഫ് വേരിയസ് എബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ പലതരത്തിൽ കഴിവുള്ള കുട്ടികളുടെ അബിലിറ്റീസ്, അവരുടെ പലതരം കഴിവുകളുള്ള കുട്ടികൾ സ്ഥലത്ത് പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപർപ്പസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദേ ഷുഡ് പ്രൊവൈഡ് ടെർമിനൽ കോഴ്സസ് ഇൻ ടെക്നോളജി, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ് ആൻഡ് ഹോം സയൻസ്.
ടെക്നോളജി, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഹോം സയൻസ് തുടങ്ങിയവയിലേക്ക് എന്ത് നൽകുക? ടെർമിനൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ദ എയിം വാസ് ടു ഡൈവേർട്ട് ദ സ്റ്റുഡൻറ്റ് ടു ഡിഫറെൻറ്റ് വൊക്കേഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവരുടെ എയിം എന്താണെന്ന് പറയുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ എൻഡിൽ പലതരത്തിലുള്ള ജോലി സാധ്യതകളിലേക്ക് ഈ കുട്ടികളെ ഡൈവേർട്ട് ചെയ്യുക. ഒന്നിൽ മാത്രമല്ലാതെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് പല വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യിക്കുക. ഇനി ഈ കരിക്കുലത്തിലുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മീഷൻ സപ്പോർട്ടഡ് ഫ്ലെക്സിബിൾ കരിക്കുലം വിച്ച് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ്, നീഡ് ആൻഡ് ലൈഫ് ഓഫ് സ്റ്റുഡൻറ്റ്. ഈ കമ്മീഷൻ പിന്തുണയ്ക്കുന്ന ഫ്ലെക്സിബിളായ കരിക്കുലം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ താല്പര്യം, ആവശ്യം, ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ട്രെയിൻ ദ സ്റ്റുഡൻസ് ഫോർ വർക്ക് ആൻഡ് ലിഷർ ബോത്ത്. അത് വിദ്യാർത്ഥികളെ ജോലി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. പ്രൊഡക്റ്റീവ് വർക്ക് ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഉൽപ്പാദനകരമായ ജോലിക്ക് എന്ത് നൽകണം? പ്രാധാന്യം നൽകണം. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് പ്രാക്ടിക്കൽ നോളജ് അലോങ് വിത്ത് ദ തിയററ്റിക്കൽ നോളജ്. അപ്പോൾ പ്രാക്ടിക്കൽ നോളജും തിയററ്റിക്കൽ നോളജും രണ്ടും ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം. ഇനി സ്റ്റഡി ഓഫ് ലാംഗ്വേജിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദി ഹാസ് ബീൻ ടേക്കൺ ആസ് ദ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ലാംഗ്വേജ് എടുക്കണം. ഫോർ ഗവൺമെൻറ് സർവീസസ് ഹിന്ദി ഈസ് കമ്പൽസറി. അപ്പോൾ ഹിന്ദി ഗവൺമെൻറ് സർവീസിന് കമ്പൽസറി ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി എടുക്കണം. ഇംഗ്ലീഷ് ഈസ് കമ്പൽസറി ഫോർ സെക്കൻഡറി ലെവലിൽ ഇംഗ്ലീഷ് കമ്പൽസറി ആക്കണം. സാൻസ്ക്രിറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ആസ് എ തേർഡ് ലാംഗ്വേജ് വിച്ച് ഈസ് ഓപ്ഷണൽ. തേർഡ് ലാംഗ്വേജ് ആയിട്ട് എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സാൻസ്ക്രിറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് ആയിരിക്കണം, മാതൃഭാഷ ആയിരിക്കണം, അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം. എലോങ് വിത്ത് ദ മദർ ടങ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ് ആൻഡ് എ ഫോറിൻ ലാംഗ്വേജ് ഷുഡ് ഓൾസോ ബി ടോട്ട്. നമ്മുടെ ഈ മദർ ടങ്ങും റീജിയണൽ ലാംഗ്വേജ് അല്ലാതെ നാഷണൽ ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജും കൂടെ പഠിപ്പിക്കണം. ഇനി ടെക്സ്റ്റ് ബുക്സ് should be selected very carefully. There should be a committee for selection and reforms. ടെക്സ്റ്റ് ബുക്സ് എങ്ങനെ സെലക്ട് ചെയ്യണം? വളരെ കെയർഫുള്ളായി സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി, ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി നിർമ്മിക്കണം. There should be a definite standard for printing, cover and front page of textbook. ഓരോ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, പ്രിൻറ്റിങ്ങിലുള്ള സ്റ്റാൻഡേർഡ് വളരെ നല്ലതായിരിക്കണം. പിന്നെ കവർ നല്ല ഭംഗിയുള്ള കവർ ഉണ്ടാക്കണം. ഫ്രണ്ട് പേജൊക്കെ നല്ല ഭംഗിയുള്ള ആയിരിക്കണം. അതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി നോ സച്ച് ബുക്സ് വിച്ച് സ്പ്രെഡ് hatred, enmity against any community, religion or social customs. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെയോ റിലീജിയനിലെയോ ശത്രുത വളർത്തുന്നതോ വിദ്വേഷം വരുത്തുന്നതോ ആയ ബുക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ദർ ഷുഡ് ബി മോർ ദാൻ വൺ ടെക്സ്റ്റ് ബുക്ക് ഫോർ എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിന് ഒന്നിലധികം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവാം. ടീച്ചിങ് മെത്തേഡ് ഒരു റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ അതിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈനാമിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ടീച്ചിങ് മെത്തേഡ് എങ്ങനെയായിരിക്കണം? ഡൈനാമിക് മെത്തേഡ് ആയിരിക്കണം ടീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ടത്. ആക്ടിവിറ്റി മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. ആക്ടിവിറ്റി മെത്തേഡിനും പ്രൊജക്ട് മെത്തേഡിനും പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സിനും എന്ത് കൊടുക്കണം? കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ടീച്ചിങ് സ്റ്റാഫിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ബി എൻഹാൻസ്ഡ്. അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. പ്രീ സർവീസ് ആയതും ഇൻ സർവീസുമായ ട്രെയിനിങ്ങുകൾ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. ടീച്ചർ ഷുഡ് ബി ഗിവൺ ബെറ്റർ കണ്ടീഷൻസ് ഓഫ് സർവീസ് സച്ച് എസ് അട്രാക്റ്റീവ് സാലറി, പെൻഷൻ, ബെനിഫിറ്റ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. അപ്പോൾ ടീച്ചേഴ്സിന് എന്ത് കൊടുക്കുക? ബെറ്ററായ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് അട്രാക്റ്റീവ് സാലറി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, മറ്റ് ഫണ്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ലൈബ്രറീസിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈബ്രറി ഷുഡ് ബി മെയ്ഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് പ്ലേസ് ഫോർ സ്റ്റുഡൻസിന് നല്ല അത്യാവശ്യമുള്ള ഒരു എഫക്റ്റീവായ പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? ലൈബ്രറി എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി ട്രെയിൻഡ് ലൈബ്രറിയൻസ് ഇൻ ദ ലൈബ്രറിയിൽ നല്ല ട്രെയിൻഡ് ആയ ഒരു ലൈബ്രറിയൻ ആവശ്യമാണ്. ഇനി ഗൈഡൻസ് ഇൻ എഡ്യൂക്കേഷൻ, അതിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസ് നോക്കാം. ദർ ഷുഡ് ബി അപ്പോയിൻമെൻറ്റ് ഓഫ് ഗൈഡൻസ് ഓഫീസേഴ്സ് ആൻഡ് കരിയർ മാസ്റ്റേഴ്സ് ഇൻ ദ സ്കൂൾ ഫോർ എഡ്യൂക്കേഷണൽ, പേഴ്സണൽ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ്. പേഴ്സണലായിട്ടും വൊക്കേഷണലായിട്ടും എഡ്യൂക്കേഷണലായിട്ടും ഗൈഡൻസ് കൊടുക്കാൻ ആ സ്കൂളിൽ എന്ത് ചെയ്യണം? ഒരു ഗൈഡൻസ് ഓഫീസറെ അല്ലെങ്കിൽ ഗൈഡൻസ് ഓഫീസറെയും കരിയർ മാസ്റ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യണം. ദർ ഷുഡ് ബി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിലിം ഷോസ്, എക്സ്കർഷൻസ് റിലേറ്റഡ് ഓഫ് വേരിയസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അവിടെ
അറേഞ്ച് ചെയ്യണം, ഫിലിം ഷോസ് അറേഞ്ച് ചെയ്യണം, എക്സ്കേർഷൻസ് അറേഞ്ച് ചെയ്യണം, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ എക്സ്കേർഷനൊക്കെ അറേഞ്ച് ചെയ്യണം. ഇനി എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ, അതിൽ വന്ന റെക്കമെൻഡേഷൻ നോക്കാം. ദ നമ്പർ ഓഫ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ്. എക്സ്റ്റേണൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുക. ദർ ഷുഡ് ബി ഓൺലി വൺ പബ്ലിക് എക്സാമിനേഷൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സിലബസ്. ഒരു പബ്ലിക് എക്സാമിനേഷൻ മാത്രം വയ്ക്കുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് എക്സാം മാത്രം വെക്കുക. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് എലമെന്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാക്കണം, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫുൾ സിലബസ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫുൾ സിലബസിനെ ബേസ് ചെയ്തായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസും, അല്ലാതെ ഒരു പാർട്ടിനെ മാത്രം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടാൻ പാടില്ല. എക്സാമിനേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് കോഷ്യസ്ലി. എക്സാമിനേഴ്സിനെ വളരെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യുക. ഫൈനൽ എക്സാമിനേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ബോത്ത് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അസസ്മെന്റ്. ഇപ്പോൾ ഇന്റേണൽ അസസ്മെന്റിനെയും എക്സ്റ്റേണൽ അസസ്മെന്റിനെയും ബേസ് ചെയ്തായിരിക്കണം ഫൈനൽ എക്സാമിനേഷൻ നടത്തേണ്ടത്. ഇനി ഈ കമ്മീഷന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒരു മെറിറ്റ് ആണ്. സ്ട്രെസ് ഓൺ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷനിൽ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഡിസ്കഷൻ ഓഫ് എയിംസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷന് കൂടുതൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ എയിംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ടീച്ചേഴ്സ് സാലറി ആൻഡ് പൊസിഷൻ, ടീച്ചേഴ്സിൻ്റെ സാലറിയിലും പൊസിഷൻസിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. കോ കരിക്കുലർ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോ മോർ സ്ട്രെസ് ഓൺ എക്സ്റ്റേണൽ എക്സാമിനേഷൻ, എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ കൂടുതൽ സ്ട്രെസ് ഒന്നുമില്ല. സ്ട്രെസ് ഓൺ മൾട്ടിപർപ്പസ് സ്കൂളിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സജഷൻസ് ടു ഓപ്പൺ ടെക്നിക്കൽ സ്കൂൾസ് നിയർ ഇൻഡസ്ട്രീസ്, ഓപ്പൺ ടെക്നിക്കൽ സ്കൂൾസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സജഷൻസ് ആർ ഗിവൺ ഇൻ ഹേസ്റ്റ്, സോ പ്രോബ്ലംസ് ആർ സ്റ്റിൽ ദർ. സജഷൻസ് ഒക്കെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട്, തിടുക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്തുണ്ട്, പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്. നോ ന്യൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഇംപ്രൂവ്മെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ കണ്ടീഷൻസ് ഫോർ ടീച്ചേഴ്സ്. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പുതിയ സ്റ്റേറ്റ്മെന്റുകളൊന്നും കൊടുത്തിട്ടില്ല. നോ സജഷൻസ് റിഗാർഡിംഗ് വുമൺ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ ഒരു സജഷൻസും നൽകിയിട്ടില്ല. സ്റ്റിൽ സ്ട്രെസ് ഓൺ ഇംഗ്ലീഷിൽ ഇപ്പോഴും എന്തുണ്ട്, സ്ട്രെസ് ഉണ്ട്, സമ്മർദ്ദമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മുതലിയാർ കമ്മീഷന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോത്താരി കമ്മീഷനെ കുറിച്ചാണ്. കോത്താരി കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇത് വന്ന ഇയർ എന്ന് പറയുന്നത് 1964-66 കാലഘട്ടമാണ്. കോത്താരി കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66. The 6th Commission, Kothari Commission, was appointed under Government of India dated 14th July 1964. അപ്പോൾ 6th കമ്മീഷനാണ് ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ 14 ജൂലൈയിലാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി, ചെയർമാൻ ഓഫ് ദ UGC, വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ. ഇപ്പോൾ ഈ ദൗലത് സിംഗ് കോത്താരിയാണ് കമ്മീഷൻ്റെ അപ്പോയിൻറ്റ് ചെയ്തത്, ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് കൂടെ വന്നത്, അതുകൊണ്ടാണ് അത് കോത്താരി കമ്മീഷൻ എന്നുകൂടെ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ കമ്പോസിഷൻ വിത്ത് 11 ഇന്ത്യൻ മെമ്പേഴ്സ് ആൻഡ് 5 others. ഇപ്പോൾ ഇൻ്റർനാഷണൽ കോമ്പോസിഷൻ ഉണ്ടായിരുന്നത് 11 ഇന്ത്യൻ മെമ്പേഴ്സും 5 മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ജപ്പാൻ, ഫ്രാൻസ്, UK, USA, USSR ആ രാജ്യങ്ങളിലെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ദ കമ്മീഷൻ ഹാസ് റിവ്യൂഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻ ദ മോഡേൺ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്സ്. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്സിലും മോഡേൺ പീരീഡ്സിലുമുള്ള എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്തു, ആ കമ്മീഷൻ മനസ്സിലാക്കി വെച്ചു അല്ലേ, റിവ്യൂഡ് ചെയ്തു. ദ റിപ്പോർട്ട് ഈസ് വെരി കോംപ്രിഹെൻസീവ് ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഫോർ എ ഡ്രാസ്റ്റിക് റീകൺസ്ട്രക്ഷൻ ഓഫ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാക്കേണ്ടിയായിരുന്നു ഈ റിപ്പോർട്ട്. നല്ല മാറ്റം, എഡ്യൂക്കേഷൻ്റെ റീകൺസ്ട്രക്ഷൻ ആയിരുന്നു ഈ കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. നോൺ ആസ് മാഗ്ന കാർട്ട ഫോർ ടീച്ചേഴ്സ്. ഈ കോത്താരി കമ്മീഷൻ എന്ത് കൂടെ അറിയപ്പെടുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ മാഗ്ന കാർട്ട എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. കോത്താരി കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദ ഡെസ്റ്റിനി ഓഫ് ദ നേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നേഷൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് എവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്,
ക്ലാസ് റൂമിലാണ് എന്നാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ ഇൻ്റഗ്രേഷനും നാഷണൽ ഇൻ്റഗ്രേഷനും പ്രൊമോട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ ആൻഡ് മോഡേണൈസേഷനും കൂടാതെ ഡെവലപ്പിംഗ് സോഷ്യൽ മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂ മോറൽ വാല്യൂസും ഡെവലപ്പ് ചെയ്യുക. ഇനി ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർ ആർട്ടിക്കിൾ 45 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്മീഷൻ റെക്കമെൻഡഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സ്. 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലേ. അത് നമ്മുടെ ആർട്ടിക്കിൾ 45 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 45 റൂളാണ്. അതനുസരിച്ച് ഈ കമ്മീഷൻ എന്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്? എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇറ്റ് എയിം ടു ഇൻക്രീസ് ദ എൻറോൾമെൻറ്റ് ഇൻ സ്കൂളിലെ എൻറോൾമെൻറ്റ് എന്ത് ചെയ്യുക? കൂട്ടുക എന്നതാണ് മറ്റൊരു എയിം. ഇനി എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ, അതിൽ വന്ന റെക്കമെൻഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദ കമ്മീഷൻ റെക്കമെൻഡഡ് എ ന്യൂ സ്ട്രക്ചറൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. പുതിയൊരു പാറ്റേൺ തന്നെ അവർ കൊണ്ടുവന്നു അല്ലേ. 10+2+3 സിസ്റ്റം. അതായത് 10 വർഷത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, 2 വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, അതിനുശേഷം 3 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസം. അങ്ങനെയായിരുന്നു അവരുടെ സിസ്റ്റം. ദ ഏജ് ഓഫ് അഡ്മിഷൻ ടു ക്ലാസ് 1 ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6+. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ളവരെയല്ല ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. 6 വയസ്സും അതിന് മുകളിലുള്ളവരെയാണ് ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെയാക്കി അതിൻ്റെ ഏജ് ഓഫ് അഡ്മിഷൻ വരുന്നത്. ദ ഫസ്റ്റ് പബ്ലിക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഷുഡ് കം അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 10 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. അപ്പോൾ 10 വർഷത്തെ സ്കൂളിങ്ങിന് ശേഷം പത്താം വർഷത്തെ അവസാന ടൈമിലായിരിക്കണം എന്ത് വേണ്ടത്? ഫസ്റ്റ് പബ്ലിക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ വരേണ്ടത്. സെക്കൻഡറി സ്കൂൾസ് ഷുഡ് ബി of two types: higher schools providing a 10 years course and higher secondary school providing a course of 11 or 12 years. ഇപ്പോൾ 10 വർഷത്തെ ഹൈസ്കൂൾ പഠനവും ഹൈസ്കൂൾ കോഴ്സും 2 വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സുമാണ് ഈ സെക്കൻഡറി സ്കൂൾസിൻ്റെ 2 ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്കൂൾസ് 2 ടൈപ്പ് ഉണ്ട്. ഹയർ സ്കൂൾസ് അത് 10 വർഷമാണ്, ഹയർ സെക്കൻഡറി സ്കൂൾസ് 2 വർഷം. The commission has been suggested the reorganization of the 3-year degree. ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിനും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ റീഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോത്താരി കമ്മീഷൻ ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, അതിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസ് നോക്കാം. ഇറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫോർ ദ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക വികസനത്തിന് ഇന്ത്യൻ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പ്രാധാന്യം എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു. It recommended to take urgent steps to promote regional language as a medium of education at the university stage, which were already the part of primary and secondary education. പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഘട്ടത്തിൽ പ്രാദേശിക ഭാഷയെ ഒരു വിദ്യാഭ്യാസ മാധ്യമമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളാൻ ശുപാർശ ചെയ്തു. Adoption of 3-language formula by the state government at the secondary stage. സെക്കൻഡറി സ്റ്റേജിൽ 3-language formula സ്റ്റേറ്റ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തു. The commission recognized the importance of Sanskrit in the cultural unity of the country. രാജ്യത്തിൻ്റെ സാംസ്കാരിക ഐക്യത്തിൽ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം എന്ത് ചെയ്തു? കമ്മീഷൻ തിരിച്ചറിഞ്ഞു. The commission emphasized the need to study the international language, especially English, in India. This was also aimed to promote study in science and technology in India. അന്താരാഷ്ട്ര ഭാഷകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത കമ്മീഷൻ ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പഠനം പ്രോത്സാഹിപ്പിക്കാനും ഇവർ എന്ത് ചെയ്തിരുന്നു? ലക്ഷ്യമിട്ടിരുന്നു. ഇനി അടുത്ത സയൻസ് എഡ്യൂക്കേഷനിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. സയൻസ് ആൻഡ് റിസർച്ച് വാസ് ടു ബി പ്രൊമോട്ട് ഫോർ ദ ഗ്രോത്ത് ഓഫ് നാഷണൽ എക്കണോമി ആൻഡ് സൊസൈറ്റി. നാഷണൽ എക്കണോമിയുടെയും സൊസൈറ്റിയുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സയൻസ് ആൻഡ് റിസർച്ച് പ്രൊമോട്ട് ചെയ്തു. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഷുഡ് ബി ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് 10 years ഓഫ് സ്കോളാസ്റ്റിക് എഡ്യൂക്കേഷൻ. അപ്പോൾ 10 വർഷത്തെ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യണം? സയൻസും മാത്തമാറ്റിക്സും ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടും നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇറ്റ് റെക്കമെൻഡഡ് ഫോർ പ്രൊവിഷൻ ഓഫ് സ്പെസിമെൻസ്, മോഡൽസ് ആൻഡ് ചാർട്ട്സ് അബൌട്ട് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ അറ്റ് എവരി പ്രൈമറി സ്കൂൾ. എല്ലാ പ്രൈമറി സ്കൂളിലും എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യണം? മോഡൽസും ചാർട്ട്സും ഒക്കെ യൂസ് ചെയ്തായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ദ ഹയർ പ്രൈമറി സ്കൂൾസ് വെയർ ടു ഹാവ് ലബോറട്ടറി കം ലെക്ചർ റൂം. ഹയർ പ്രൈമറി സ്കൂളിൽ ലബോറട്ടറി കം ലെക്ചർ റൂം ഉണ്ടായിരിക്കണം.
ഇനി അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ അതിൽ വന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇൻ ഇൻഡസ്ട്രീസ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി വ്യവസായങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുക. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Proper facilities at the secondary stage should be given to promote social transformation. സാമൂഹിക പരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സെക്കൻഡറി സ്റ്റേജിൽ ശരിയായ സൗകര്യങ്ങൾ നൽകുക. ഇൻക്രീസ് ദ ഫെസിലിറ്റീസ് ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് ദ സെക്കൻഡറി സ്റ്റേജ്. ഇപ്പോൾ സെക്കൻഡറി സ്റ്റേജിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെയും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെയും ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. കവർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രി, ഹെൽത്ത്, ഹോം മാനേജ്മെൻറ്റ്, ക്രാഫ്റ്റ് എക്സെട്ര. കൃഷി, വ്യാപാരം, വാണിജ്യം, വ്യവസായം, ആരോഗ്യം, ഹോം മാനേജ്മെൻറ്റ്, കരകൗശല വസ്തുക്കൾ മുതലായവയിൽ തൊഴിൽ വിദ്യാഭ്യാസം ഉൾക്കൊള്ളിക്കുക. ഇനി അടുത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. പ്രൊവിഷൻ ഓഫ് ലബോറട്ടറീസ്, ലൈബ്രറീസ്, സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് is the parameter to decide the number of students to be admitted in a college or universities. ലബോറട്ടറികളിൽ ലൈബ്രറികൾ, അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും മതിയായ ശക്തി എന്നിവ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നിർണ്ണയിക്കുന്നതിനുള്ള പാരാമീറ്ററായി നൽകുക. ഇറ്റ് റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ഫണ്ട്സ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ടിൻ്റെ ആവശ്യകതകൾ ഇവർ തിരിച്ചറിഞ്ഞു. ഗിവ് സ്പെഷ്യൽ അറ്റൻഷൻ ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനും ട്രെയിനിങ്ങിനും റിസർച്ചിനും ഒക്കെ എന്ത് കൊടുത്തു, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു. അവർ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻ. ഇപ്പോൾ കുറച്ച് നമ്മൾ റെക്കമെൻഡേഷൻസ് പറഞ്ഞു അല്ലേ. ഇനി ഇത് കൂടാതെ മറ്റേതൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ടെന്ന് നോക്കാം. ദ കമ്മീഷണർ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് ബുക്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അവരെന്ത് കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ബുക്കിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടല്ലേ. അത് എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇറ്റ് റെക്കമെൻഡഡ് ടു അവോയ്ഡ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടു കീപ് ദ പ്രൈസസ് ഓഫ് ദ ബുക്സ് അഫോർഡബിൾ ഫോർ ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയ പ്രൈസിലായിരിക്കണം ബുക്കുകൾ കൊടുക്കേണ്ടതല്ലേ. പിന്നെ ഫ്രീക്വൻ്റായ ചേഞ്ചസ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഇറ്റ് റെക്കമെൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എക്സാമിനേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഇൻ ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഗെയിംസും സ്പോർട്സും തുടങ്ങിയവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തു. The number of instructional days in a year should be increased to about 234 or 39 weeks for schools and 260 or 36 weeks for college and pre-primary schools. എങ്ങനെയായിരിക്കണം നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്? ഒരു വർഷത്തിൽ 234 ദിവസമായിട്ട് കൂട്ടണം, അല്ലെങ്കിൽ 39 വീക്സ് ആക്കണം. എവിടെ? സ്കൂൾസിൽ. കോളേജിലോ 216 അല്ലെങ്കിൽ 216 ദിവസം അല്ലെങ്കിൽ 36 വീക്ക് ആക്കണം കോളേജിൽ. അങ്ങനെയായിരുന്നു അവർ എന്ത് ചെയ്തത്, റെക്കമെൻഡ് ചെയ്തത്. ഓർഗനൈസ് വെക്കേഷൻ ടൈം ഫോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചാലഞ്ചിങ് പ്രോഗ്രാംസ് ഫോർ സ്റ്റുഡൻസ്. അവരെന്ത് ചെയ്യുന്നു, ചാലഞ്ചിങ് ആയ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യണം. വെക്കേഷൻ ടൈമിൽ ചാലഞ്ചിങ് ആയ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത്. ഏതൊക്കെ ടൈപ്പിലുള്ള സച്ചസ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ സർവീസ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുക, NCC പോലുള്ള കാര്യങ്ങളിൽ അറ്റൻഡ് ചെയ്യുക, വർക്ക് എക്സ്പീരിയൻസ് അറ്റൻഡ് ചെയ്യുക തുടങ്ങിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് റെക്കമെൻഡ് ചെയ്തു. ദ ലൈബ്രറീസ്, ലബോറട്ടറീസ്, വർക്ക്ഷോപ്സ്, ക്രാഫ്റ്റ് ഷെഡ്സ് എക്സെട്ര ഷുഡ് ബി ഓപ്പൺ ഓൾ ദ ഇയർ റൗണ്ട് ആൻഡ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 8 hours എ ഡേ ഇഫ് നോട്ട് ലോങ്ങർ. അപ്പോൾ എന്തൊക്കെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാ പറഞ്ഞത്? ലൈബ്രറീസ്, ലബോറട്ടറീസ്, വർക്ക്ഷോപ്പ്, ക്രാഫ്റ്റ് ഷെഡ്സ് ഒക്കെ നിർമ്മിക്കണം. എന്നിട്ട് ഏകദേശം ഒരു ദിവസത്തിൽ എത്ര, അറ്റ്ലീസ്റ്റ് ഒരു 8 hours എങ്കിലും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വുമൺ ടീച്ചേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് അറ്റ് ഓൾ സ്റ്റേജസ് ആൻഡ് ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാ ഘട്ടങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളെ
പ്രോത്സാഹിപ്പിക്കണം അല്ലെ, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ടീച്ചേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ ഓർഡർ ടു ഇനാബിൾ മാരീഡ് വുമൺ ടു ലുക്ക് ആഫ്റ്റർ ദർ ഹോം ഇൻ അഡീഷൻ ടു ടീച്ചിങ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ടീച്ചർമാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അവരുടെ കുടുംബം നോക്കാനുള്ള അവസരം, അതായത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊണ്ടുവരണം. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ വുമൺ ടീച്ചേഴ്സ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ് ഓൺ എ പ്രയോറിറ്റി ബേസ്. ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള ഇടങ്ങളിൽ എന്ത് ചെയ്യണം, ടീച്ചേഴ്സിന് വുമൺ ടീച്ചേഴ്സിന് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണം, താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. പ്രോമിസിങ് ഗേൾസ് ഫ്രം റൂറൽ ഏരിയ ഷുഡ് ബി ഗിവൺ സ്കോളർഷിപ്പ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ദംസെൽസ് ടു ബിക്കം ടീച്ചേഴ്സ്. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കണം, സ്കോളർഷിപ്പ് കൊടുക്കണം. അവരെ പുതിയ നല്ലൊരു അധ്യാപകരായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ടീച്ചേഴ്സ് ഫോർ ട്രൈബൽ ഏരിയാസ്. ട്രൈബൽസ് ഏരിയയിലെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ് ഗിവൺ ടു പ്ലേസസ് വെയർ ദ ട്രൈബൽസ് ലിവ്. ട്രൈബൽസ് താമസിക്കുന്ന അതുപോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ എന്ത് കൊടുക്കണം, റെസിഡൻഷ്യൽ അക്കോമഡേഷൻസ് കൊടുക്കണം. Provide special training to teachers who are going to work in tribal areas which include a study of the tribal language and of tribal culture. അപ്പോൾ ട്രൈബൽ ലാംഗ്വേജും ട്രൈബൽ കൾച്ചറും പഠിക്കാനും അങ്ങനെയുള്ള ഒരു ഏരിയയിൽ പോയി വർക്ക് ചെയ്യാനും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനും സന്നദ്ധരായ ടീച്ചേഴ്സിന് എന്ത് കൊടുക്കണം, സ്പെഷ്യൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ഓറിയൻറ്റേഷൻ കോഴ്സ് ടു ടീച്ചേഴ്സ് പോസ്റ്റഡ് ടു ട്രൈബൽ ലൊക്കാലിറ്റീസ്. ട്രൈബൽ ലൊക്കാലിറ്റീസിൽ പോസ്റ്റ് ചെയ്ത ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, ഓറിയന്റേഷൻ കോഴ്സ് കൊടുക്കണം. എൻകറേജ്മെന്റ് ഷുഡ് ഓൾസോ ബി ഗിവൺ ടു ട്രൈബൽ യങ് മെൻ ആൻഡ് വുമൺ ടു ബിക്കം ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾസ് ഓഫ് ദീസ് ഏരിയാസ്. അപ്പോൾ അവിടെയുള്ള ട്രൈബലായ യുവതി യുവാക്കൾക്ക് എൻകറേജ്മെന്റ്, പ്രോത്സാഹനം കൊടുക്കണം. ആ ഏരിയയിൽ തന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് ആകാനുള്ള പ്രോത്സാഹനം കൊടുത്ത് അവരൊരു നല്ലൊരു ടീച്ചറാക്കി എടുക്കണം. ഇനി ഹൈലൈറ്റ് ആൻഡ് ലിമിറ്റേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറിറ്റും ഡിമെറിറ്റും മറ്റു കമ്മീഷൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മീഷനും ഹൈലൈറ്റും ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈലൈറ്റ് എന്താണെന്ന് നോക്കാം. The Kothari Commission report was a masterpiece work on all aspects of Indian education. ഇന്ത്യൻ എഡ്യൂക്കേഷനിലെ ഒരു മാസ്റ്റർ പീസ് വർക്കായിരുന്നു എന്തെന്ന് പറയുന്നത്, കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. ദ കമ്മീഷൻ പ്രസൻറ്റഡ് എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷണൽ പ്രോബ്ലം. ഈ കമ്മീഷൻ എന്താണ് കൊണ്ടുവന്നത്, പ്രസൻറ്റ് ചെയ്തത്, എഡ്യൂക്കേഷനിലെ വിദ്യാഭ്യാസത്തിലെ പ്രോബ്ലംസ് അവർ തുറന്നു കാണിച്ചു അല്ലേ. ദ കമ്മീഷൻ മെയ്ഡ് എ റിയലിസ്റ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ദ ലിങ്കിങ് ഓഫ് എഡ്യൂക്കേഷൻ ടു ദ സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ലൈഫ്. ഇന്ത്യൻ ജീവിതത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ആത്മീയ വശങ്ങളുമായി വിദ്യാഭ്യാസത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു യാഥാർത്ഥ്യ സമീപനം ആര് സ്വീകരിച്ചു, കമ്മീഷൻ സ്വീകരിച്ചു. The Commission recommended reasonable and respectable scales of pay to all categories of teachers subject to periodical revision. ആനുകാലിക പരിഷ്കരണത്തിന് വിധേയമായി എല്ലാ വിഭാഗം അധ്യാപകർക്കും ന്യായമായതും മാന്യമായതുമായ ശമ്പള പരിധി കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇനി നമുക്ക് ഈ കമ്മീഷൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. The position of the heads of the school was left undecided by the commission. സ്കൂൾ ഹെഡിൻ്റെ സ്ഥാനം കമ്മീഷൻ തീരുമാനിക്കാതെ വിട്ടു. ദ കമ്മീഷൻ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ഇൻ പ്ലേസിംഗ് സാൻസ്ക്രിറ്റ് ഓൺ പെർ വിത്ത് അറബിക്. അപ്പോൾ അറബിക്കിന് പകരം സാൻസ്ക്രിറ്റ് സ്ഥാപിക്കുന്നതിൽ കമ്മീഷൻ മിസ്റ്റേക്ക് ചെയ്തു അല്ലേ. അടുത്തത്, ദ വ്യൂസ് ഓഫ് ദ കമ്മീഷൻ ഓൺ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെർ നോട്ട് ഓൺലി കോൺഫ്ലിക്റ്റിംഗ് ബട്ട് ഓൾസോ കോൺട്രവേഴ്സൽ. അപ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ചുള്ള കമ്മീഷൻ്റെ കാഴ്ചപ്പാടുകൾ പരസ്പര വിരുദ്ധവും മാത്രമല്ല വിവാദപരവുമായിരുന്നു. Many of the recommendations of the commission had the same plight as that of the previous commissions. As a result, most of the problem of education remain unsolved even today. കമ്മീഷൻ്റെ പല ശുപാർശകളും മുമ്പത്തെ കമ്മീഷനുകളുടെ അതേ ദുരവസ്ഥ ഉണ്ടായിരുന്നു. തൽഫലമായി അതുകൊണ്ട് എന്തുണ്ടായി, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് കോത്താരി കമ്മീഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതിനെ ഷോർട്ടാക്കി NPE 1986 കൊണ്ടുവന്നത്. NPE എന്ന് ഷോർട്ടായി പറയാം. അതിന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം.
National Policy on Education. The National Policy of 1986 marked a significant step in the history of education in post-independent India. പോസ്റ്റ്-ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററിയിൽ നല്ലൊരു സ്റ്റെപ്പായിരുന്നു എന്ത് എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. ഇറ്റ് എയിം ടു പ്രൊമോട്ട് നാഷണൽ പ്രോഗ്രസ്, എ സെൻസ് ഓഫ് കോമൺ സിറ്റിസൺഷിപ്പ് ആൻഡ് കൾച്ചർ ആൻഡ് സ്ട്രെങ്തൻ നാഷണൽ ഇൻ്റഗ്രേഷൻ. ഇത് മെയിനായിട്ട് എയിം ചെയ്തത് എന്തൊക്കെയാണ്? പ്രൊമോട്ട് നാഷണൽ പ്രോഗ്രസ്, സെൻസ് ഓഫ് കോമൺ സിറ്റിസൺഷിപ്പ് ആൻഡ് കൾച്ചർ ആൻഡ് സ്ട്രെങ്തൻ നാഷണൽ ഇൻ്റഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അത് NPE എയിം ചെയ്യുന്നത്. ദ ഫസ്റ്റ് NPE promulgated in 1986 by the government of Prime Minister Indira Gandhi and the second by Prime Minister Rajiv Gandhi in 1986. NPE എന്ന് പറയുന്നത് നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ 1986-ലും, രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ സർക്കാർ 1986-ലുമാണ് കൊണ്ടുവന്നത്. ഇനി മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെ യൂണിവേഴ്സലൈസേഷൻ. ടു പ്രൊവൈഡ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ടു ഓൾ ദ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 ആർ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ. അതായത് 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുക, നിർബന്ധിതമായ എഡ്യൂക്കേഷൻ നൽകുക. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ. To promote equality, it will be necessary to provide equal opportunity to all, not only in access but also in condition for success. എന്താ പറയുന്നത്? സമത്വം പ്രോത്സാഹിപ്പിക്കുക, അല്ലെ, ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, എല്ലാ കാര്യത്തിനും തുല്യമായ, എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക. കോമൺ എഡ്യൂക്കേഷൻ സ്ട്രക്ചറിൽ വന്ന ഇത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇറ്റ് എൻവിസേജസ് എ കോമൺ 10+2+3 എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ. ഇപ്പോൾ 10+2+3 എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 10 വർഷത്തെ എഡ്യൂക്കേഷൻ, പിന്നെ 2 വർഷം ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത്, കോളേജ് ലെവൽ എന്ന് പറയുന്നത് 3 വർഷം. അങ്ങനെയായിരിക്കണം സ്ട്രക്ചർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് 8 years ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ കംപ്രൈസസ് 5 years ഓഫ് ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് 3 years ഓഫ് അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ. 8 years ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷനും പിന്നെന്താ 5 years ഓഫ് LP എഡ്യൂക്കേഷനും പിന്നെ 3 വർഷത്തെ UP എഡ്യൂക്കേഷനുമാണ് അവർ പറയുന്നത്. ദിസ് ഈസ് ഫോളോഡ് ബൈ 2 years ഓഫ് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. 2 വർഷത്തെ ഹൈസ്കൂൾ എഡ്യൂക്കേഷനും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ദ +2 സ്റ്റേജ് ഷുഡ് ബി പാർട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. +2 സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ്. ദെൻ ദർ വിൽ ബി 3 years ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് 3 വർഷം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതെന്താണ് സംഭവം നോക്കാം. അത് ഇവരുടെ NPEയുടെ മേജർ റെക്കമെൻഡേഷനാണ്. ദ പോളിസി സ്റ്റിപ്പുലേറ്റഡ് എ ന്യൂ സ്കീം നോൺ ആസ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മെൻ ഫോർ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ കാര്യം റെക്കമെൻഡ് ചെയ്തത്. ഇനി അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ബ്രാക്കറ്റിൽ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ഓൺലി ബി സസ്റ്റെയിൻഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് പോസിറ്റീവ് കൺവിക്ഷൻ ദാറ്റ് ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ലിറ്ററസി ആൻഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ എന്താ പറയുന്നത്? സാക്ഷരതയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വികസനവും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നും ക്രിയാത്മകമായ ബോധ്യത്തിൻ്റെ ബലത്തിൽ മാത്രമേ അത് നിലനിർത്താനാവൂ എന്നും ആണ് ഇവിടെ പറയുന്നത്. മിനിമം ലെവൽ ഓഫ് ലേണിംഗിൽ വന്ന റെക്കമെൻഡേഷൻ എന്താ? മിനിമം ലെവൽ ഓഫ് ലേണിംഗ് വിൽ ബി ലേഡ് ഡൗൺ ഫോർ ഈച്ച് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടത്തിനും ഒരു മിനിമം ലെവൽ, കുറഞ്ഞ പഠന നിലവാരം നിശ്ചയിച്ചിട്ടുണ്ടാവും. മോഡൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവരി ഡിസ്ട്രിക്റ്റ് ഇൻ ദ കൺട്രി വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ മോഡൽ സ്കൂൾ, സെൻട്രലി സ്പോൺസേഡ്, മാനേജ്ഡ് ആൻഡ് ഫിനാൻസ്ഡ്. രാജ്യത്തെ എല്ലാ ജില്ലയിലും കേന്ദ്രീകൃതമായ ഇത് സ്പോൺസർ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും ധനസഹായം നൽകുന്നതുമായ ഒരു മോഡൽ സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. മോഡൽ സ്കൂൾ നൽകും. എൻറോൾമെൻറ്റ് ഇൻ ദീസ് സ്കൂൾസ് വിൽ ബി ഹൈലി സെലക്റ്റീവ് ആൻഡ് കോമ്പറ്റീറ്റീവ്. അപ്പോൾ ഈ സ്കൂളുകളിലെ എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടതും മത്സരപരവുമാണ്. വൊക്കേഷണലൈസേഷൻ. The proposed educational policy has laid great stress on vocationalization of higher secondary education to make education more meaningful, social, useful and productive. അപ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വൊക്കേഷണലൈസേഷന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം എഡ്യൂക്കേഷൻ എങ്ങനെയാക്കാൻ വേണ്ടി കൂടുതൽ മീനിങ് സോഷ്യൽ യൂസ്ഫുള്ളും ആൻഡ് പ്രൊഡക്റ്റീവും ആക്കാൻ വേണ്ടിയിട്ട് അവർ വൊക്കേഷണലൈസേഷന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി. ദ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച്ഡ് എ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ നെയിം ഓഫ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇൻ ഡൽഹി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ.
Inculcation of values in the hearts of younger generation is major objective of education. യുവതലമുറയുടെ ഹൃദയത്തിൽ മൂല്യങ്ങൾ വാല്യൂസ് വളർത്തുക എന്നതാണ് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്. Examination system. Continuous internal assessment of attainments of students in schools in college has to be followed. ഇപ്പോൾ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് ആണ് സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. ലാംഗ്വേജ് പോളിസി, അവിടെ വന്ന റെക്കമെൻഡേഷൻസ് നോക്കാം. ഓൺലി വൺ ലാംഗ്വേജ് ഷുഡ് ബി ടോട്ട് അറ്റ് ദ ലോവർ പ്രൈമറി സ്കൂൾ. ലോവർ പ്രൈമറി സ്കൂളിൽ ഒരു ലാംഗ്വേജ് മാത്രമേ പഠിപ്പിക്കേണ്ടതുള്ളൂ. 2 ലാംഗ്വേജ് അറ്റ് ദ അപ്പർ പ്രൈമറി ലെവൽ. അപ്പർ പ്രൈമറിയിൽ 2 ലാംഗ്വേജ്. 3 ലാംഗ്വേജ് അറ്റ് ദ സെക്കൻഡറി ലെവൽ. സെക്കൻഡറി ലെവലിൽ 3 ലാംഗ്വേജ്. 2 ലാംഗ്വേജ് അറ്റ് ദ ഹയർ സെക്കൻഡറി സ്റ്റേജ്. ഹയർ സെക്കൻഡറി സ്റ്റേജിൽ 2 ലാംഗ്വേജ്. ലാംഗ്വേജ് ടീച്ചിങ് അറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് ഷുഡ് ബി ഓപ്ഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ്. മറ്റു പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ് അല്ലേ. അടുത്തത് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് കൊടുത്തു. നവോദയ സ്കൂൾ മെൻ ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡിസേർവിംഗ് ആൻഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിൽ ബി സെറ്റപ്പ് അറ്റ് വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി, മെയിൻലി ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലെല്ലാം ഈ നവോദയ സ്കൂൾ കൊണ്ടുവന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നവോദയ സ്കൂൾ കൊണ്ടുവന്നത് ഈ NPE ആണ്. നവോദയ സ്കൂൾ കൊണ്ടുവന്നു. ഗിഫ്റ്റഡ് ആയ ഡിസേർവിംഗ് ആയ സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ കൊടുത്തു. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുത്തു. ഇനി ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. എലിമെൻ്ററി എഡ്യൂക്കേഷൻ, ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്, സ്കൂൾ ഫെസിലിറ്റീസ്, സെക്കൻഡറി എഡ്യൂക്കേഷൻ, വൊക്കേഷണലൈസേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മുന്നേ പറഞ്ഞ പോയിന്റ്സിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്ത ഒരു ചിത്രമാണിത്. അത് ഓർമ്മിച്ച് വെക്കുക. ഇനി NPEയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. മെറിറ്റ്സ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷണൽ വർക്ക്, നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, യൂണിഫോം പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, നേഷൻ കോർ കരിക്കുലം, ഡീലിങ്കിങ് ഡിഗ്രി ഫ്രം ജോബ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നവോദയ സ്കൂൾ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. റോൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, ഫിനാൻഷ്യൽ സജഷൻ, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എൻകറേജിങ് ടാലൻസ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ്, വൊക്കേഷണലൈസേഷൻ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ പോയിന്റും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ. ഇനി ഈ NPEയുടെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നൈബർഹുഡ് സ്കൂൾ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ്. അവർ നൈബർഹുഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി നെഗ്ലക്ട് ചെയ്തു. സൈലൻസ് ഓവർ പബ്ലിക് സ്കൂൾസ് ആൻഡ് ദെയർ കൊമേഴ്സ്യലൈസേഷൻ. പൊതുവിദ്യാലയത്തിനും വാണിജ്യവൽക്കരണത്തിനുമെതിരെ നിശബ്ദത പാലിച്ചു. നോ ചെക്ക് ഓൺ മൈനോറിറ്റി സ്കൂൾ ആൻഡ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. ന്യൂനപക്ഷ വിദ്യാലയവും അവരുടെ ചൂഷണവും പരിശോധിക്കപ്പെടുന്നില്ല. ഇത്രയുമാണ് NPEയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 4 കമ്മീഷൻസ് ആണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്. രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്